സതീശ, ലീനയുടെ ചിത്രം കാണുമ്പോ തന്നെ അമ്മച്ചി സമ്മതിക്കും. പിന്നെ അപ്പച്ചന്റെ കാര്യം വലിയ പ്രശ്നമൊന്നുമല്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നീ വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും നീ വീട്ടിൽ പോയിട്ട് വാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്ത് ചെയ്യാം, സ്നേഹിതനായി പോയില്ലേ. നീയാടാ ബെസ്റ്റ് ഫ്രണ്ട്. എടാ ഒന്ന് സൂക്ഷിച്ചു പോടാ, നിനക്ക് തലയ്ക്ക് വെളിവില്ലാത്ത സമയ. നീ പോടാ അവിടുന്ന്. ജോയ് സാറ് പോയോ? എന്തോ ജോയ് സാറ് പോയോന്ന്? ഇപ്പോ വീട്ടിലെത്തി കാണാം. ശരണം. എടാ, നിന്നേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞ സമയത്തിന് കിട്ടുമോ? എന്റെ ഹരിഹരസൂദനെ, നല്ല കടയിൽ കയറി നല്ല സാധനങ്ങൾ വാങ്ങിക്കണ്ടായോ? അതുകൊണ്ടല്ലേ താമസിച്ചത്. മാസികളും വാരികളും എഴുതി തന്നിരിക്കുന്ന സാധനങ്ങൾ ഒരു കടയിൽ നിന്ന് കിട്ടുന്നതാണ് വേണ്ടില്ലായിരുന്നു. വാരികളുടെടുത്ത് പൗഡറില്ല, പൗഡറിനടുത്ത് വാരികയില്ല, വാരികയും പൗഡറിനടുത്ത് ടവലില്ല. ശരണമയ്യപ്പ, എന്റെ ഒരു ഗതികേട്. ഇത് നോക്ക്, മന്ത്രവാദിനി ഇരട്ട തെറ്റു. ബറോഡ, ഒക്ടോബർ 4-ാം തീയതി. അതല്ലടാ, ഇത് നോക്ക്. ഇതാരാ സാറേ? ലീന. ഏത് ലീന? ജോയ് സ്നേഹിക്കുന്ന പെണ്ണെ. 10ാം ചരമവാർഷികം. എന്റെ ധർമ്മശാസ്ത്രാവേ, ചത്തുപോയ ഈ പെണ്ണിനെയാണോ ജോയ് സാറ് സ്നേഹിക്കുന്നത്? അയ്യോ. ഏതായാലും ഈ ആഴ്ചയോടെ അവൻ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ ഞാൻ സിറ്റിയിലെ ഓഫീസൊക്കെ വേണ്ടെന്ന് വെക്കും. എന്റെ കർത്താവേ, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഞാൻ വേറെ മാനേജർ വെക്കും. എത്ര ആയാലും നമ്മൾ നോക്കുന്നത് പോലെ ഒക്കുമോ വേലക്കാർ നോക്കിയാൽ? അവൻ വല്ലപ്പോഴൊക്കെ സൂപ്പർവിഷന് പോയാൽ മതി, ബാക്കിയുള്ള സമയം വീട്ടിൽ കാണുമല്ലോ. എന്തായാലും ഇന്നവൻ വരും, വരാതിരിക്കില്ല. അവനിവിടെ വന്നാലേ നിങ്ങൾ വഴക്കിനൊന്നും നിൽക്കണ്ട. നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, നീ ഉരുത്തിയാണ് ചീറ്റാക്കുന്നത്. എന്റെ മാതാവേ, ഇത് കേട്ട് ഞാൻ മടുത്തു. ഇരുട്ടുന്നതിന് മുൻപ് എന്റെ കുഞ്ഞിന് വന്നാ മതിയായിരുന്നു.
ജോയി, എടാ ജോയി, എന്താടാ നിനക്ക് എന്ത് പറ്റി? എന്നാമേ വന്നേ, എന്ത് പറ്റി മോനെ? എടാ വണ്ടി വന്ന് ശബ്ദം കേട്ടില്ലല്ലോ. അയ്യോ എന്നാമേ, ഇവന്റെ കിടപ്പ് കണ്ടോ? അയ്യോ, എന്റെ മോൻ എന്ത് പറ്റി? എന്റെ ഈശോയെ, എന്താ മോനെ? നീ വേഗം വെള്ളം കൊണ്ടുവാ. ജോയി മോനെ, എന്ത് പറ്റിയടാ? എന്ത് പറ്റിയെന്ന് പറയാൻ മോനെ. നീ പറഞ്ഞതൊക്കെ നേരാണോ? എന്റെ ഈശോയെ, എന്തൊക്കെയായി കേൾക്കുന്നത്? ഈ നിലയ്ക്കെങ്കിലും എന്റെ മോനെ വീട്ടിൽ കൊണ്ട് എത്തിച്ചു തന്നല്ലോ. മോനെ, നീ പോയി കുറച്ച് വിശ്രമിക്ക്. നിങ്ങൾ അവൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നു? കേൾക്കുന്നതെല്ലാം അതേപടി വിശ്വസിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ, നിനക്കറിയാമല്ലോ. പക്ഷേ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ മോനെ, എന്റെ മോൻ വല്ലാതെ പേടിച്ചു പോയല്ലേ? നമ്മൾ സത്യക്രിസ്ത്യാനികളല്ലേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു, ഒരു കുരിശുമാല ദേഹത്തിട. എന്തിനാ ഇതൊക്കെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നത്? നമുക്ക് ആവശ്യം ഒരു കുരിശ. അതും നിന്റെ ദേഹത്തില്ലാതെ പോയതുകൊണ്ടാണ് നീ അതും ഇതുമൊക്കെ കണ്ട് പേടിച്ചത്. ഈ കുരിശ് ആ മാലയെ കുരുത്തിട്ടു.
ഇതെന്റെ മോൻ ഒരിക്കലും ദേഹത്തൊന്നും ഊരി കളയരുതേ. ഉറങ്ങിക്കൊള്ളു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒന്നും നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദോഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഉടനാൽ രാജ്യം ശക്തി മഹത്വം എപ്പോഴും നിൽക്കുന്നതാണ്. കണ്ണുകളഞ്ഞു പറയുമ്പോ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൻ നീ, നിന്റെ വയറ്റിൽ ഫലമായി വാഴ്ത്തപ്പെട്ടവനാവുന്നു. സമാനം പറയുന്ന തമ്പുരാന്റെ അമ്മയെ, പാവികളായ ഞങ്ങളുടെ മേൽ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ. എന്റെ മാതാവേ, ഇതെന്തൊരു കാറ്റും മഴയോ! എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ നേരത്തെ എങ്ങോട്ടാ? അച്ഛനെ ഒന്ന് കാണാൻ. അമ്മ പേടിച്ചു വരുമെന്ന് പറയാമെന്ന് കരുതി. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ പോകണ്ട. വാ, നമുക്ക് അകത്തേക്ക് പോകാം. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വന്നിട്ട് അധിക നേരമായും? ഇല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. വിശേഷിച്ച് ജോയി ഇന്നലെ രാത്രി വീട്ടിലേക്ക് വരുമ്പോ വഴിക്ക് വെച്ച് എന്തോ കണ്ട് ഭയപ്പെട്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത്രേ ഉള്ളൂ, സാരമില്ല. ഹാനാം വെള്ളം തന്നേക്കാം. കുറച്ചവന്റെ മുഖത്ത് തെളിക്കൂ. ബാക്കി ബംഗ്ലാവിലും പരിസരത്തും തെളിക്കൂ. പിന്നെ വരുന്ന ഞായറാഴ്ച പള്ളിയിൽ വന്ന് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളാൻ പറയണം. പറയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. നിനക്കറിയാമല്ലോ സതീശ, എനിക്ക് ഈ വക കാര്യങ്ങളിൽ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ലീനയെ കണ്ടു എന്നുള്ളത് സത്യമാണ്. എന്നിട്ട് പറഞ്ഞു പോവുകയും ചെയ്തു. മറഞ്ഞു പോയത്
മായയല്ല എന്നെങ്ങനെ വിശ്വസിക്കാതിരിക്കും? എനിക്ക് ഈ വക കാര്യങ്ങളിൽ യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ പോയ മുതൽക്ക് ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അതെന്താ? ഇത് ലീനയാണല്ലോ. അതെ, 10ാം ചരമവാർഷികം. താഴെ പേരില്ല, ആ ഭാഗം ചീന്തിപ്പോയിരിക്കും, ഡേറ്റുമില്ല. അതറിഞ്ഞാൽ പത്രാഫീസിൽ പോയി വിവരം അന്വേഷിക്കായിരുന്നു. എന്തിനാ അന്വേഷിക്കുന്നത്? പണം കണ്ടാൽ അറിഞ്ഞൂടെ? ഇത് ലീന തന്നെ. അപ്പോ ഞാൻ സ്നേഹിച്ചത് മരിച്ചിട്ട് 10 വർഷമായ പെണ്ണിനെ. ജീസസ്. ഇത്തവണ അവൻ വന്നപ്പോഴും കല്യാണക്കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാതെ വന്നുടനെ അവനെ അങ്ങ് പറഞ്ഞയച്ചു. അവനവിടെ ഇല്ലെങ്കിൽ പിന്നെ ബിസിനസ് ഒക്കെ ആരും നോക്കും. ബിസിനസ് 4 ദിവസം കുടുംബത്തിലിരുന്ന ബിസിനസ് അല്ലാതെ നാരായണമായി പോകും. എനിക്കെന്തോ മനസ്സിനൊരു സമാധാനവും ഇല്ല. പ്രായമായ മക്കളെ കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അത് പോട്ടെ. ഞാൻ ഇന്നലെ ആ ചാക്കോയിലൂടെ റബ്ബറുമായിട്ട് കോട്ടയത്തിന് അയച്ചിരുന്നു. അവൻ വന്നോ? എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും റബ്ബറോ എസ്റ്റേറ്റോ പണം എല്ലാം കൊടുത്ത് തലയിലോട്ട് വെച്ചു.